ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 21,000 രൂപ വരെ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട് എനിക്കിപ്പോൾ. പക്ഷേ ഇത് ആധാർ കാർഡും പാൻ കാർഡും മാത്രം വെച്ചുകൊണ്ട് കിട്ടിയതല്ല. എന്നാൽ നിങ്ങൾക്ക് ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം വെച്ചുകൊണ്ട് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. 2 ലക്ഷം രൂപ വരെയാണ് ലോണായിട്ട് ലഭിക്കുന്നത്. ഇൻട്രസ്റ്റ് നമുക്കൊരു 3-4% വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ് ഈ ആപ്ലിക്കേഷനിൽ. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടാകും. റീപേയ്മെൻറ്റ് പീരീഡ് മാക്സിമം നമുക്ക് ലഭിക്കുന്നത് 12 മാസം വരെയാണ്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം വെച്ചുകൊണ്ടും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ലോൺ ലഭിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ട്രൂ ബാലൻസ് എന്നാണ്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ലോൺ ആപ്ലിക്കേഷനാണ്. നമുക്ക് ധൈര്യമായിട്ട് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാനായിട്ട് മൊബൈൽ നമ്പർ ചോദിക്കും. കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൊടുത്തൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഫോണിലെ കുറച്ച് പെർമിഷൻസ് ചോദിക്കും. പെർമിഷൻസ് മുഴുവൻ നിങ്ങൾ വായിച്ച് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്തുകൊണ്ട് അടുത്ത പേജിലോട്ട് പോകാം. അവിടെ KYC വെരിഫിക്കേഷൻ എന്ന് കാണാൻ പറ്റും. താഴെ കംപ്ലീറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സും കാണാം. അതിൻ്റെ താഴെയായിട്ട് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാനായിട്ടാണ് പറയുന്നത്. കറക്റ്റായിട്ട് കൊടുക്കുക. ശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തുകൊണ്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൊടുക്കുക. ശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് കാണിക്കും. കറക്റ്റ് ആണോ എന്ന് നോക്കി KYC മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. ശേഷം അവിടെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ക്യാഷ് ലോൺ എന്നും ലെവൽ അപ്പ് ലോൺ എന്നും. ക്യാഷ് ലോൺ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെ 12 മാസം ടെന്യൂറിൽ കിട്ടുന്നതും ലെവൽ അപ്പ് ലോൺ എന്ന് പറയുന്നത് 1000 മുതൽ 15,000 രൂപ വരെ 6 മാസം കാലയളവിൽ കിട്ടുന്നതാണ്. ലെവലപ്പ് ലോണിൽ അപ്ലൈ ചെയ്യാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട. പക്ഷെ നമുക്ക് ആദ്യം 1000 രൂപ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. റീപേ ചെയ്യുമ്പോൾ എമൗണ്ട് കൂടി വരുവാണ് ചെയ്യുന്നത്. ഞാനിവിടെ ക്യാഷ് ലോൺ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ 5,000 തൊട്ട് 2 ലക്ഷം രൂപ വരെ എമൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ടെന്യൂറ് 6 അല്ലെങ്കിൽ 12 മാസം വരെ ആയിരിക്കും കാണിക്കുന്നത്. ഇത് എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ലോൺ എടുക്കുന്നതിൻ്റെ പേർപ്പസ്, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ നിങ്ങളുടെ വീട് സ്വന്തമാണോ, പിന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് ജോലി, എത്ര നാളെ ജോലി ചെയ്യുന്നു, എവിടെയാണ് ജോലി ചെയ്യുന്നത്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര്, എന്നാണ് സാലറി കിട്ടുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ചോദിക്കും. അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും. ശേഷം നമ്മുടെ ഇമെയിൽ ID കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇമെയിൽ ID കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനായി പെർമിഷൻസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. ശേഷം 3 ഓപ്ഷൻസ് ആണ് ചോദിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതുവഴി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ PDF എടുത്തതിന് ശേഷമോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ OTP കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാങ്ക് വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു സെൽഫിയാണ് ചോദിക്കുന്നത്. ഒരു സെൽഫിയും ക്ലിയർ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. എനിക്കിവിടെ 21,000 രൂപയാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ നിങ്ങൾക്ക് ലോൺ എമൗണ്ട് കാണാൻ പറ്റും. എത്ര അക്കൗണ്ട് ക്രെഡിറ്റ് ആകുമെന്നും എത്ര പ്രോസസ്സിംഗ് ഫീസ് വരുമെന്നും എന്തൊക്കെയാണ് EMI എന്നും എത്രയാണ് EMI എന്നും പോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം താഴെ ടിക്ക് കൊടുത്തതിന് ശേഷം അക്സെപ്റ്റ് ഓഫർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ബാങ്കിലേക്കാണോ പൈസ കയറേണ്ടത് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ശേഷം ഒരു എഗ്രിമെൻറ്റ് കാണിക്കും. അത് വായിച്ച് നോക്കി OTP കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. 5 മിനിറ്റ് കൊണ്ട് തന്നെ നോർമലായിട്ട് ക്രെഡിറ്റ് ആവാറുണ്ട്. മാക്സിമം പോയി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നതായിരിക്കും. ഫണ്ട് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീപേ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. മന്ത്ലി EMI ആയിട്ടോ അല്ലെങ്കിൽ റീപേ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ലോൺ ക്ലോസ് ചെയ്യാനായിട്ടോ സാധിക്കും. ഇങ്ങനെയാണ് ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.